കഴിഞ്ഞ ദിവസം പെരുന്നാളായിരുന്നു. പെരുന്നാൾ ദിനത്തിൽ പൊതുവിൽ ആളുകളൊക്കെയും ആഘോഷത്തിമുറപ്പിലൊക്കെ ആകുമ്പോഴും ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉമ്മയും ഉപ്പയുമാണ് എന്നതാണൊരു പ്രത്യേകത. എനിക്ക് പെരുന്നാളാഘോഷം ഉണ്ടായിരുന്നില്ല. ഇനി ഒരിക്കൽ പോലും ഒരു പെരുന്നാളിനും പുതിയതൊന്നും എടുക്കരുത് എന്ന് ഹൃദയം കൊണ്ട് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ ഉമ്മ യാത്രയായതിനു ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളായിരുന്നു. അതുകൊണ്ട് തന്നെ തലേനാളത്തെ ഞങ്ങളുടെ ഒരുമിച്ചുള്ള നിമിഷങ്ങളും അതൊക്കെയും ഒരുപാട് വേദനയും പ്രയാസവുമൊക്കെ ഉണ്ടാക്കി. അനിവാര്യമാണ് അങ്ങോട്ടുള്ള യാത്ര. അത് ഓരോരുത്തരും മടങ്ങിപ്പോയേ മതിയാവും. പക്ഷേ വേദന അവിടെ തന്നെ ഉണ്ടാവും. ഞാനോർത്തു, ഇതൊക്കെ നമ്മുടെ ഒരു വേദനയായി തോന്നിയെങ്കിൽ ഇന്നലെ വായിച്ച ചില കുറിപ്പുകളിലും അതേ വേദനയുടെ, അതേ ദുഃഖത്തിൻ്റെ, പ്രയാസങ്ങളുടെയൊക്കെ സംഗതികൾ കാണാനായി. എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ സമദാനി സാറ് വിളിച്ചിരുന്നു. സാറ് വിളിച്ചെന്നെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ എന്നോട് പറഞ്ഞിരുന്നു, എത്ര വയസ്സുണ്ട് അനിലിന് എന്ന് ചോദിച്ചു. ഉമ്മയുടെ പ്രായവും തിരക്കി. ഇത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഒരിക്കലും അതൊന്നും അങ്ങനെ മാഞ്ഞു പോകില്ല. അത് ഹൃദയത്തിൽ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന പ്രായവും അദ്ദേഹത്തിൻ്റെ വയസ്സും ഒക്കെ എന്നോട് പറഞ്ഞ് അന്നെന്നെ ആശ്വസിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ ഈദ് ആഘോഷവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് വായിക്കുമ്പോൾ ആ കുറിപ്പിൽ ഉമ്മയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ഡൽഹിയിലായിരുന്നത്രേ ഈ പെരുന്നാളിന്. അപ്പോൾ അവിടുത്തെ ചുറ്റുപാടുകളും ചരിത്രവുമൊക്കെ സമദാനിക്കാണോ ഭാഷയ്ക്കും ആശയങ്ങൾക്കും വല്ല മടിയുള്ളത്? ഏതായാലും അത് പറഞ്ഞു വരുന്നതിനിടയിൽ ഈദുൽ ഫിത്തർ എല്ലാ വർഷവും എന്നെ പോയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന നിർണായകമായ ദിനമാണ്. 40 വർഷം മുമ്പ് ഒരു ഈദുൽ ഫിത്തർ ദിനത്തിലാണ് ഉമ്മ വിട ചൊല്ലിയത്. മസ്ജിദിൽ നിന്ന് പെരുന്നാൾ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയമായിരുന്നു. കടുത്ത ആസ്മയെ തുടർന്ന് രക്തം ഛർദ്ദിച്ച് അവശയായ ഉമ്മയും കൊണ്ട് തിരൂരിലെ ആലിക്കുട്ടി ഡോക്ടറുടെ ആശുപത്രിയിലേക്ക് പെങ്ങളും ഞാനും കൂടിയായിരുന്നു കൊണ്ടുപോയത്. പെരുന്നാൾ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഉമ്മയുടെ ജനാസയുമായി അവിടെ നിന്ന് മടങ്ങി. ഒരു ടാക്സിയിൽ ഞങ്ങളുടെ മടിയിൽ കിടത്തി പ്രിയ മാതാവിൻ്റെ ദേഹവുമായി തിരിച്ചെത്തിയപ്പോൾ നിറഞ്ഞ കണ്ണുകളിലൂടെ മൗനിയായി ഉള്ളു മുഴുവൻ പ്രാർത്ഥനകളോടെ നിന്ന ഉപ്പയുടെ മുഖം ഒരിക്കലും മറക്കില്ല. അന്നെൻ്റെ ഉടുപ്പിലുടനീളം ഉമ്മ ഛർദ്ദിച്ച രക്തമായിരുന്നു. ആ രക്തം ക്രമേണ എൻ്റെ രക്തത്തോട് ചേർന്നു. രക്തത്തോട് അലിഞ്ഞു ചേരുന്ന ദിവസമാണ് എൻ്റെ പെരുന്നാൾ ദിനം. മാതാവിനെയും മാതൃരാജ്യത്തെയും കൂടുതലായി അറിയുന്നതോടൊപ്പം നാം നമ്മെ തന്നെ വർദ്ധിച്ച തോതിൽ അറിയുകയാണ്. ഉമ്മ പിൽക്കാലത്ത് ദൈവകാരുണ്യത്താൽ ഈ എളിയവൻ്റെ അമ്മപ്രസംഗമടക്കമുള്ള നല്ല വാക്കുകൾക്കും പല സൽക്കർമ്മങ്ങൾക്കും ഹേതുവായി. ഇന്നും പെരുന്നാൾ ദിനത്തിൽ മാത്രമല്ല, ആണ്ട് മുഴുവൻ എൻ്റെ തേങ്ങലായി അവർ ഹൃദയത്തിൽ തന്നെ പാർക്കുന്നു. ഇതാണ് സമദാനിയുടെ കുറിപ്പെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കും ഈ പ്രായമാകുമ്പോൾ മനുഷ്യന് ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ വന്ധ്യവയോധികനായ പ്രിയപ്പെട്ട കാന്തപുരം AP അബൂബക്കർ ഉസ്താദിൻ്റെയും ഒരു ലേഖനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെരുന്നാൾ ഓർമ്മയിൽ നിറയെ ഉപ്പയും ഉമ്മയും എന്നതാണ് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ. ചന്ദ്രികയിലാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയത്. വലിയൊരു ലേഖനമാണ്. അത് നിങ്ങൾക്ക് വായിക്കാം. അത് കഴിഞ്ഞ ദിവസം മാത്രം വന്നതാണ്. അതിലുടനീളം ഒരു കാലത്തിൻ്റെ ദാരിദ്ര്യവും അന്ന് ഉപ്പയും ഉമ്മയുമൊക്കെ അനുഭവിച്ച ദുഃഖവും അന്നത്തെ കാലത്തിൻ്റെ സാമൂഹ്യ സമവാക്യങ്ങളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രായം ഇത്രയെത്തിയിട്ടും ആ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖവും പ്രയാസവുമാണ് ഇന്നും വലിയ നഷ്ടങ്ങളായി ആ വലിയ മനുഷ്യനെ ഓർക്കുന്നത്. അവിടെ പട്ടിണിയായിരുന്ന കാലവും ഒരു നേരം ഭക്ഷിച്ചിരുന്ന കാലവും നെല്ല് ഒരു പഞ്ചായത്തിൽ നിന്ന് മറ്റൊരു പഞ്ചായത്തിലേക്ക് പോയാൽ അത് പിടിച്ചെടുക്കുന്ന കാലവും പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും അക്കാലത്തും പള്ളിയിൽ നമസ്കരിക്കാൻ പോകുമ്പോൾ മുൻനിരയിലൊക്കെ ഉയർന്ന കുടുംബക്കാരിയ്ക്കുമ്പോൾ അതിൻ്റെ പിൻനിരയിലിരുന്നാൽ മതി എന്ന തരത്തിലിരുത്തുന്ന ഉപ്പയെയും ഖുർആൻ ഓതുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ തജ്വീദിനെക്കുറിച്ച് ചോദിക്കുന്ന ഉപ്പയെയുമൊക്കെ അദ്ദേഹം വളരെ ഹൃദയപൂർവ്വം സ്മരിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് ആഘോഷങ്ങളിൽ അവർ നിറയുന്ന ചിന്തകൾ തന്നെ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല വാർത്തകളിലും അമ്മയെ തല്ലി, അമ്മയെ വെട്ടിക്കൊന്നു, അമ്മയെ അടിച്ചു എന്നൊക്കെ പറയുന്നവനെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് പിച്ച് ചീന്തി അടുപ്പിലിടണമെന്ന വികാരം തോന്നുന്നത്.
ഏതായാലും പെരുന്നാൾ ദിനത്തിൽ ഞാൻ കരുതിയ എൻ്റെ ദുഃഖം പോലെ തന്നെ ഒരുപാട് മനുഷ്യരുടെ ദുഃഖവും ഉപ്പയും ഉമ്മയുമായിരുന്നു എന്നതാണൊരു സത്യം. നാം അത്ര നല്ല ഓർമ്മകളായി നമ്മുടെ മക്കൾക്കും മാറാൻ പ്രാർത്ഥിക്കുകയും നമ്മളെ രൂപപ്പെടുത്തുകയും വേണം.